ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കോട്ടക് ബാങ്ക് അവരുടെ ഒരു പ്രീമിയം ക്രെഡിറ്റ് കാർഡ് പുതിയത് പറഞ്ഞാൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോളിറ്റയർ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നതിന് ഒരു പ്രീമിയം ലെവൽ എന്താ വെച്ചാൽ അവരുടെ ഹൈ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു കാർഡാണ്. 25,000 രൂപയ്ക്കാണ് നമുക്ക് ആനുവൽ ചാർജ് ജോയിൻ ചാർജൊക്കെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെറ്റൽ കാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, 0 ഫോറക്സ് ചാർജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ EMI ഗോൾഡ് വാങ്ങിക്കാമെന്ന് നമ്മളിതിൽ പറയുന്നുണ്ട്. അപ്പോൾ കുറേ പേര് നമുക്ക് ഇതോട് ചോദിക്കാൻ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് EMI ഗോൾഡ് വാങ്ങിക്കാൻ പറ്റുമെന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡ് നമ്മളിതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ ഈ സംഭവത്തിലേക്ക് തന്നെ പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സോളിറ്റയർ കോട്ടക് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് നമുക്ക് പറയാം. ഇത് ആക്ച്വലി കോട്ടക്കിൻ്റെ സോളിറ്റയർ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ്. 0 ഫോറക്സ് മാർക്കപ്പ് ചാർജും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 10 എയർ മൈൽസ് ആണ് നമ്മൾ 100 റുപ്പീസ് സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് എയർ മൈൽസ് വേണമെങ്കിൽ നമുക്ക് കൺവേർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. 1% ഫ്യൂൽ സർചാർജ് വേ ഓഫ് കിട്ടുന്നുണ്ട്. റൂപേ നെറ്റ്വർക്കിലാണ് ഈ കാർഡ് വരുന്നത് കേട്ടോ. റൂപേ നെറ്റ്വർക്ക് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു ഹൈ പ്രീമിയം കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. സോളിറ്റയർ കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള സ്പെഷ്യൽ സാധനം കേട്ടോ. ജോയിൻ ചാർജ് ഇല്ല, ആനുവൽ ചാർജ് ആണ് 25,000 രൂപ പ്ലസ് GST വരുന്നുണ്ട്. 25,000 രൂപയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത മെത്തേഡ് അടുത്ത സംഭവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഗോൾഡ് വാങ്ങിക്കാം ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയിക്കും ഡയറക്റ്റ് നമ്മൾ ഈ ഗോൾഡിൻ്റെ ജ്വല്ലറിയിലോ അതുപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓൺലൈൻ വെബ്സൈറ്റുകൾ ഉണ്ടെങ്കിലല്ലോ. അപ്പോൾ മലബാറിൻ്റെ വെബ്സൈറ്റും അതുപോലെ എല്ലാവരും ഓൺലൈൻ വെബ്സൈറ്റ് ഇപ്പോൾ ഓൺലൈൻ സെല്ലിംഗ് ഒക്കെ ഉണ്ട് ഗോൾഡ്. അപ്പോൾ അതിൽ പോയിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് EMI പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു ഗോൾഡ് കോയിനോ അതുപോലെ തന്നെ ഗോൾഡ് കോയിൻ തന്നെ വേണമെന്നില്ല, ഗോൾഡ് ജ്വല്ലറി ഏതെങ്കിലുമൊക്കെ നമുക്ക് ഇപ്പോൾ നമ്മുടെ E-commerce സൈറ്റുകളിൽ നമുക്ക് സാധനം ഇപ്പോൾ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഒരു ഗോൾഡ് കോയിൻ നമ്മുടെ മിന്ത്ര ത്രൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തനിഷ്കിൻ്റെ ഒരു ഗോൾഡ് കോയിൻ ഫെഡറൽ ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിച്ചിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ മിന്ത്ര അതുപോലെ തന്നെ ആമസോണിൽ ചിലത് കിട്ടുന്നുണ്ട്, ചിലത് കിട്ടുന്നില്ല. ആമസോൺ, ഫ്ലിപ്കാർട്ട് ഞാൻ റെക്കമെൻഡ് ഇല്ല, ഫ്ലിപ്കാർട്ട് വേണ്ട. നമുക്ക് അതുപോലെ തന്നെ കുറേ E-commerce വെബ്സൈറ്റ് ഉണ്ട് നമുക്ക് ഗോൾഡ് വിൽക്കുന്നതിന്. എന്താ വെച്ചാൽ അവർ ഡയറക്റ്റ് ജ്വല്ലറി തന്നെ വിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സേഫും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ കോയിനാണ് വാങ്ങിക്കാറ്. പിന്നെ നമ്മൾ ഒഫീഷ്യലായിട്ട് മലബാർ ഗോൾഡിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. അതുപോലെ തന്നെ ഭീമേൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മിന്ത്രന്ന് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ നമുക്ക് ആക്ച്വലി ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിച്ചിട്ടാണ് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് ഞാൻ അത് വേണമെങ്കിൽ കാണിച്ചുതരാം. ഫെഡറൽ ബാങ്കിൻ്റെ ആപ്പ് തുറന്നിട്ട് കാണിച്ചിട്ട് നമുക്ക് ആ ട്രാൻസാക്ഷൻ നമുക്ക് അവർ ആദ്യം തന്നെ ഞാൻ മിന്ത്രയിൽ കാണിച്ചുതരാം. ഞാനൊരു 0.5 ഗ്രാമിൻ്റെ ഒരു ഗോൾഡ് കോയിനാണ് വാങ്ങിച്ചത്. ചുമ്മാ നല്ലൊരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ കാർഡിന് 600 രൂപേൻ്റെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സാധനം തന്നെ ഇപ്പോൾ 500 രൂപ കൂടി. അത് വേറെ കാര്യം. ഞാൻ വാങ്ങിച്ചത് 5,000 സംതിങ് ആണ്, ഇപ്പോൾ തന്നെ 5,500 അപ്പോൾ 0.5 ഗ്രാം വാങ്ങിച്ചിട്ട് നമ്മൾ വിട്ട് കളയണ്ടല്ലോ. ഗോൾഡ് എത്ര ഉണ്ടെങ്കിലും ആ സാധനം ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് കറക്റ്റ്. നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് കിടിഞ്ഞ സമയത്ത് ഗോൾഡ് പാൻ നല്ലൊക്കെ അടിച്ചു കയറി വരുന്നില്ലേ. ഞാൻ മിന്ത്ര ഒന്ന് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസോടെ ക്വാളിഫൈഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം, പേജ് പോലെ അടിച്ചാൽ മതി കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിന്ത്ര എടുത്തു. അപ്പോൾ മിന്ത്ര ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മിന്ത്രയിൽ ഞാനിപ്പോൾ ഒരു വേറെ ഗോൾഡ് കോയിനിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താഴെ പോയി കഴിഞ്ഞാൽ കണ്ടോ, സോറി, മിയ ബൈ തനിഷ്കാർ തന്നെയാണ്. മിയ കാറ്റഗറി പറയുമ്പോൾ അത് മിയ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഗോൾഡ് കോയിന് ഫീമെയിൽ ജ്വല്ലറി അങ്ങനെ സംഭവമൊന്നുമില്ലല്ലോ. ജ്വല്ലറി ഇല്ല സത്യം പറഞ്ഞ കോയിൻ. അതാണ് കണ്ടോ, ഇതാണ് സംഭവം. ഇത് ഞാൻ ആക്ച്വലി ഇതിന്ന് വാങ്ങിച്ചാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് അല്ല മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 5,400 രൂപയാണ് ഇപ്പോൾ പ്രൈസിങ്ങൾക്ക് വരുന്നത്. 24 ക്യാരറ്റിൻ്റെയാണ്, 0.5 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് എനിക്ക് തോന്നുന്നത് ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ചെറിയ കുട്ടി പാക്കേജിങ്, നല്ല ഭംഗിയുള്ള പാക്കേജിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഞാൻ വേണമെങ്കിൽ കാണിച്ചാൽ എങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നതെന്ന്. ഒരു ജാതി കിടിലൻ ബോക്സിലൊക്കെ വരിക കണ്ടു. ഇങ്ങനത്തെ ഒരു ബോക്സിലൊക്കെ വരിക, ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല സാധനമാണ്. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി ഫെഡറൽ ബാങ്കിൻ്റെ ഓഫർ ഞാൻ പറഞ്ഞില്ല, 500 രൂപ എക്സ്ട്രാ ഡിസ്കൗണ്ട് ആയിരുന്നു. അപ്പോൾ ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിച്ചിട്ടാണ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ ഫെഡറൽ ബാങ്കിൻ്റെ കാർഡിൽ ഞാൻ ഇപ്പോൾ കാണിച്ചത് അതിപ്പോൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു മാസം ഒരു 15 ദിവസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് സാധനം സെറ്റിൽമെൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് EMI കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ, ഫെഡ് മൊബൈലൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ക്രെഡിറ്റ് കാർഡിലേക്ക് പോയി. ഫെഡ് മൊബൈൽ കുറച്ച് സ്ലോ ആണ് കേട്ടോ, അങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില സമയത്ത് സാധനം സ്ലോ ആണ്. ഇവർക്ക് ഈ ആപ്പ് ശരിക്കും നല്ല ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അത് ഇപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് നെറ്റിൻ്റെ ഇഷ്യൂ ഒന്നും അല്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത് ബ്രൈറ്റ്നസ് ഞാൻ ഓട്ടോ ബ്രൈറ്റ്നസ് ഒന്ന് ഓഫ് ചെയ്യട്ടെ കേട്ടോ.
ഇത് എന്താ പറയുക, നമ്മുടെ നെറ്റിൻ്റെ കുഴപ്പമൊന്നുമല്ല കേട്ടോ, ഇവരുടെ ആപ്പിനുള്ള ഇഷ്യൂസാണ്. ഇടയ്ക്ക് ഇത് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ പിന്നെ ആദ്യം ശരിയാവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതാണ്. ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് തരാം. അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ലോഗോ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചോദിക്കുന്നുണ്ട്. ഞാൻ നോർമലി ഈ ബാങ്ക് ആപ്പുകൾക്കൊന്നും അങ്ങനെ ഇത് കൊടുക്കാറില്ല കേട്ടോ, എന്താ വെച്ചാൽ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കാറില്ല. ഇപ്പോൾ ലോഗിനായി കണ്ടു. ചില സമയത്ത് ഇത് തന്നെ കുഴപ്പമുണ്ട്, ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് സെക്ഷനിലേക്ക് ഞാൻ കയറിയിട്ടുണ്ട്. ഇതിപ്പോഴും ക്ലിയർ ആവണില്ല, അല്ലെ നമ്മുടെ ലൈറ്റ് ഇന്ന് കറക്റ്റ് മുമ്പിലായിരിക്കണം, അതുകൊണ്ട് അറിയണം. പേയ്മെൻറ്റ് ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. EMI കൺവേർഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, ഓ ക്ലിയർ ആവുമെന്ന് കണ്ടോ. 6000, അത് 6000 ഒന്ന് നോക്കട്ടെ നിങ്ങൾ. ഞാൻ ആ ഗോൾഡ് കോയിൻ്റെ കൂടെ കുറച്ച് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടീഷർട്ടൊക്കെ അപ്പോൾ വാങ്ങിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് 6000 കാണിക്കുന്നത് കേട്ടോ, അതുകൊണ്ട് ഗോൾഡിൻ്റെ തന്നെയല്ല. പക്ഷേ നമുക്കിത് EMI കൺവേർട്ടിന് ഓപ്ഷൻ വരുന്നുണ്ടോ, സെലക്ട് പ്ലാനൊക്കെ വരുന്നുണ്ടോ. കണ്ടോ, നമുക്ക് 24 മാസം വരെ EMI കൺവേർട്ട് ചെയ്യാൻ. കണ്ടോ, അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഗോൾഡ് കോയിനൊക്കെ വാങ്ങിക്കാട്ടോ. മിന്ത്രയിൽ ഗോൾഡ് കോയിൻസ് ആണ് ഉള്ളത്, ജ്വല്ലറി ഇല്ലെന്നുണ്ട്. പക്ഷേ ആമസോണിൽ ജ്വല്ലറി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആമസോണിൽ ഇതുപോലെ വാങ്ങിക്കാറുണ്ട്, കോയിൻസ് വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇതൊരു പെൻഡൻ്റാണ് മലബാർ ഗോൾഡിൻ്റെ, ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കൊണ്ടുണ്ട് 25 ക്യാരറ്റ് നമുക്ക് അതിലുണ്ട്. ഞാൻ വേണമെങ്കിൽ അത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ സമയത്ത് ഷോർട്സ് ഒക്കെ കിട്ടപ്പോൾ അതിൻ്റെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് നമ്മുടെ ഗോൾഡ് കോയിൻ എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് നമ്മുടെ ഇപ്പോൾ മലബാർ ഗോൾഡിൻ്റെയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ മലബാർ ഗോൾഡ് തന്നെയാണ് അവർ നമുക്ക് ഷിപ്പ് ചെയ്ത് തരുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ബോക്സും കാര്യങ്ങളൊക്കെ മലബാർ ഗോൾഡിൻ്റെ ആയിരിക്കും. അപ്പോൾ സേഫ് ആണ് കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ അത് അവരുടെ ഒറിജിനൽ മലബാർ ഗോൾഡിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പാക്കേജിന് കാര്യങ്ങളൊന്നും ഡിഫറൻസ് ഒന്നുമില്ല. ആമസോണിൽ വാങ്ങിക്കുമ്പോൾ ഔട്ടർ പാക്കേജിങ് ആമസോണിൻ്റെ പാക്കേജിങ് എക്സ്ട്രാ ഉണ്ടാവും. മറ്റേത് നമുക്ക് ബ്ലൂ ഡാർട്ട് തുറ വരും. ഇതാകുമ്പോൾ ആമസോൺ ഒന്നെങ്കിൽ ആമസോൺ കൊറിയർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലൂ ഡാർട്ട് അങ്ങനെയാണ് വരിക കേട്ടോ. അല്ലാണ്ട് ഡിഫറൻസും കാര്യങ്ങളൊന്നും ഇല്ല ഉള്ളിൽ. അപ്പോൾ ഞാൻ എക്സാമ്പിൾ എഴുതാം. ഈ സാധനമാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. നിങ്ങൾക്ക് അതിന് മുകളിൽ ഓൾറെഡി കാണുന്നുണ്ടായിരിക്കും പർച്ചേസ് വേണ്ടി. കണ്ടു, ഒന്ന് ഷോ ലൈറ്റ്, ഇതെന്ത് കറക്റ്റ് ലൈറ്റ് കൊണ്ട് മുമ്പിൽ വെച്ചിട്ടേ ഇത് അതാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. ഇതൊരു പെൻഡൻ്റാണ്, ഗോൾഡ് കോയിൻ പെൻഡൻ്റ് എന്ന് പറയുന്നതിന്. ഇത് മലബാർ ഗോൾഡിന് നിങ്ങൾക്ക് മുകളിൽ കാണാറുണ്ട് പർച്ചേസ്. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, കണ്ടോ ആമസോണിൻ്റെ മുകളിൽ കാണിക്കുന്നുണ്ടോ. എന്താ ഇപ്പോൾ ഇതിന് പ്രൈസും കൂടിയിട്ടുണ്ട്, വേറെ കാര്യം. അപ്പോൾ ഇത് നോർമൽ പോലെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് ആമസോൺ ആക്സസ് കാർഡ് വാങ്ങിക്കുകയാണെങ്കിൽ എക്സ്ട്രാ വൗച്ചേഴ്സും അല്ല 1077 രൂപ ക്യാഷ് ബാക്കും കിട്ടും. ഞാൻ ആമസോൺ ആക്സസ് കാർഡ് തന്നെ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഇത് ഇപ്പോൾ ഒരു 21,500 എനിക്ക് കിട്ടിക്കുന്നത് 19,000-ൻ്റെ തഷ്ടി താഴെയായിരുന്നു. അപ്പോൾ പ്രൈസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഡയറക്റ്റ് ജ്വല്ലറി പോയിട്ട് തന്നെ വാങ്ങിക്കണം നിർബന്ധമില്ല. ഇപ്പോൾ ഓൺലൈൻ വാങ്ങിക്കുന്ന ഒരു ഇഷ്യൂ ഇല്ല. ഞാൻ കുറേ എണ്ണം ഗോൾഡ് കോയിൻ ഇതുപോലെ എല്ലാം മിക്ക സൈറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. തനിഷ്കിൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, മലബാർ ഗോൾഡിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്, ഭീമ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കല്യാണ്ടൊന്നും വാങ്ങിക്കാറില്ല. അതൊക്കെ പ്യൂരിറ്റി ഒക്കെ ഭയങ്കര കുറവാണ്, മിക്സിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും വില കിട്ടുന്നത് ഇവരുടെയാണ്. പിന്നെ തനിഷ്ക ഞാൻ പറഞ്ഞു, തനിഷ്കിനെ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ഇവരെ ഒഫീഷ്യൽ സൈഡിൽ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നെയാണ് ഞാൻ ആമസോണിൽ ഇതുപോലെ ഈ ഓഫറിങ് സംഭവം കണ്ടപ്പോൾ ആമസോണിനും അതുപോലെ തന്നെ മിന്ത്ര എന്നൊക്കെ വാങ്ങിച്ചു തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ കുറേ കമൻറ്റ് നമുക്ക് വരാറുണ്ട്, ഇതുപോലെ ഗോൾഡിൻ്റെ ഡിജിറ്റൽ ഗോൾഡിൻ്റെ ഒക്കെ വീഡിയോ താഴെ വരാറുണ്ട്, എങ്ങനെ ഗോൾഡ് EMI വാങ്ങിക്കാനൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ജ്വല്ലറി പോയിട്ട് കാർഡൊക്കെ വാങ്ങിക്കല, ജ്വല്ലറി ഒക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്യാം, അതിന് ഇഷ്യൂസ് ഒന്നും ഇല്ല. പക്ഷേ EMI കൺവേർഷൻ ഓപ്ഷൻ വരില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ RBIയുടെ റൂൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ POS മെഷീനിൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് EMI ഓപ്ഷൻ വരില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്താൽ മതിട്ടാ.